ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അലീന അച്ഛന് ചായയൊക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് വരുന്നു. ഡോറ് തുറന്നു കൊടുത്തു, മിണ്ടാതെ ഇരിക്കുക. അപ്പോൾ അച്ഛനെന്താ താഴേക്ക് വരാതിരുന്നേ? എന്നാ പറ്റിയ അച്ഛന് എന്നൊക്കെ അലീന ചോദിക്കുന്നു. അദ്ദേഹം ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അലീനയോട് പത്രവും വായിച്ചുകൊണ്ട് ഇങ്ങനെ അവിടെ ഇരിക്കുകയാണ്. ആ സമയത്ത് എന്തൊക്കെയോ ടെൻഷനും വിഷമമൊക്കെയാണ് അച്ഛനെന്നുള്ള കാര്യം അലീനയ്ക്ക് മനസ്സിലായി. അലീന എന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഈ പത്രം ഒന്ന് മറയ്ക്കാൻ കിടന്ന് പെടാപ്പാട് വിടുക ബാലേട്ടൻ. അപ്പം ഞാൻ വേണമെങ്കിൽ പിടിച്ചു തരാമെന്ന് പറഞ്ഞപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. പലീന ഇങ്ങനെ നോക്കുക കേട്ടോ. ഞാൻ വിടർത്തി തരാന്നേ, എന്തിനാ വെറുതെ ബുദ്ധിമുട്ടുന്നേ? അപ്പോൾ സാരമില്ല, ഇനി അങ്ങോട്ട് എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയല്ലേ നോക്കേണ്ടത്, ഇപ്പോഴേ ശീലിക്കാം എന്ന് ബാലേട്ടൻ ഇങ്ങനെ പറഞ്ഞപ്പം അച്ഛൻ എന്നോട് പിണക്കമാണോ എന്ന് അലീന ചോദിച്ചു. പിണങ്ങാനും മാത്രം ഒരു സ്ത്രീ കുഴഞ്ഞു വീണു മരിച്ചു അങ്ങനെയൊക്കെ പറഞ്ഞിങ്ങനെ ചോദിച്ചാലും മറുപടി പറയാതെ ഇങ്ങനെ ഇരുന്നത് വായിക്കും. അപ്പോഴത്തേക്കും അലീന തട്ടിപ്പറിച്ച് മേടിച്ചു. ഞാൻ എടുത്തോണ്ട് വന്നത് പത്രമല്ലേ? ദേ അലീന, നീ കാണിക്കുന്ന ധിക്കാരം കേട്ടോ എന്ന് പറഞ്ഞു. അച്ഛൻ എന്താ പറ്റിയതെന്ന് ചോദിക്കുക. ഞാൻ ഇവിടുന്ന് പോകുവാണെന്ന് പറഞ്ഞതിൻ്റെ ദേഷ്യമാണോ എന്ന് ചോദിച്ചപ്പം നീ എന്നോട് ചോദിക്കാതെ ഞാൻ സ്ഥാപിച്ചു വെച്ചിരുന്ന ഒരു സംഗതി തിരുത്തി. ഞാൻ നിൻ്റെ അച്ഛനല്ല എന്ന് നീ എൻ്റെ മക്കളോട് പറഞ്ഞു. ഞാൻ രോഹിത്തിനോട് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ, ബബിതയോട് ഞാനല്ല, രോഹിത്താ പറഞ്ഞത് എന്ന് അലീന പറയുമ്പം ആരെങ്കിലും ഒരാൾ അറിഞ്ഞാൽ മതിയല്ലോ, ബാക്കിയുള്ളവരും കൂടെ അറിയത്തില്ലേന്ന് ചോദിച്ചു. എൻ്റെ മക്കളുടെ മുന്നിൽ ഞാൻ ചെറുതായി പോയില്ലേന്ന് ചോദിച്ചു. കള്ളക്കഥ പറഞ്ഞ് അവരെ തെറ്റിദ്ധരിപ്പിച്ചവനായി. നീ ഒരിക്കലും അത് ചെയ്യരുതായിരുന്നു എന്ന് ബാലൻ അലീനയോട് പറയാ. ബബിത എന്നെ ഇന്നലെ ചോദ്യം ചെയ്തപ്പോഴേ ഞാനതാകെ വല്ലാതെ ഇത്ര അവസ്ഥയിലായി പോയി എന്നും പറഞ്ഞിങ്ങനെ പറയുമ്പം ഞാൻ അച്ഛൻ്റെ അവിഹിത ബന്ധത്തിലുണ്ടായ മകളാണെന്ന് മറ്റുള്ളവർ കരുതുന്നത് വലിയ അഭിമാനമായിട്ട് അച്ഛന് തോന്നുന്നുണ്ടോ എന്ന് അലീന ചോദിക്കുക. അപ്പം അങ്ങനെ അഭിമാനിക്കേണ്ട വിഷയമാണ് എന്നെനിക്ക് തോന്നിയിട്ടില്ല എന്ന് ബാലേട്ടൻ പറയാം. കല്യാണത്തിന് മുൻപ് ഏതൊരു സ്ത്രീയുമായി ബന്ധമുണ്ടാവുക, അതിലൊരു കുഞ്ഞുണ്ടാവുക, എന്നിട്ട് വേറൊരാളെ കല്യാണം കഴിക്കുക, കുറേ കാലത്തിന് ശേഷം ആദ്യത്തെ ബന്ധത്തിലുണ്ടായ കുട്ടിയുടെ പിതൃത്വം ഏറ്റെടുക്കുക, അതിനെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വന്ന് ഭാര്യയുടെയും മക്കളുടെയും കൂടെ താമസിപ്പിക്കുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ രീതികളനുസരിച്ച് ഇത് വലിയ അപമാനമല്ലേ അച്ഛാ എന്ന് അലീന ബാലേട്ടനോട് ചോദിക്കുക. ബാലേട്ടൻ ആ ചായയും കുടിച്ച് ഇങ്ങനെ ഇരുന്ന് നീ പറഞ്ഞത് 100 വട്ടം ശരിയാണ്, അത് അപമാനം തന്നെയാണ് എന്ന് പറഞ്ഞു. അച്ഛൻ എത്ര നാളായി ഈ അപമാനം ഇങ്ങനെ തലയിൽ ചുമന്നുകൊണ്ട് നടക്കുന്നു? എന്നെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ അച്ഛനിങ്ങനെ ഭാര്യയുടെയും മക്കളുടെയും ബന്ധുക്കളുടെയൊക്കെ മുന്നിൽ നാണം കെട്ട് നിൽക്കുന്നത് എന്ന് അലീന ചോദിക്കുക. അത് പിന്നെ ആ സമയത്ത് അതല്ലാതെ വേറെ നിവൃത്തിയൊന്നും ഉണ്ടായിരുന്നില്ല മോളെ. സത്യത്തിൽ അച്ഛൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്നിട്ടും അവിഹിത ബന്ധത്തിൽ ഒരു മകളുണ്ട് എന്ന് സമ്മതിച്ചു കൊടുത്തതുകൊണ്ട് അച്ഛന് പലരുടെയും മുന്നിൽ തല കുനിക്കേണ്ടതായിട്ട് വന്നിട്ടില്ലേ എന്ന് അലീന ചോദിക്കുക. അപ്പോൾ എനിക്കതൊന്നും ഒരു വലിയ വിഷയമായിട്ട് തോന്നുന്നതേ ഇല്ല അലീന എന്ന് പറഞ്ഞു ബാലൻ. അപ്പോൾ എന്തുകൊണ്ടല്ലാത്തത്? അതിനേക്കാളും വലിയ വിഷയം അച്ഛൻ്റെ തലയ്ക്കകത്ത് കിടന്ന് നീറുന്നത് കൊണ്ടല്ലേ എന്ന് ചോദിച്ചു. പക്ഷേ അത് അച്ഛന് മാത്രമേ അറിയൂ, മറ്റുള്ളവർക്ക് ആർക്കും അതറിയില്ല അച്ഛാ എന്ന് അലീന പറഞ്ഞു. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ ബാലേട്ടന് ഭയങ്കര അപ്പോൾ അവരുടെ മുന്നിൽ അച്ഛൻ കൂട്ടുകാരനാ, മറ്റൊരു സ്ത്രീയുമായി ബന്ധമുണ്ടായിരുന്ന ആൾ, അതിലൊരു സന്തതിയുള്ള ആൾ, അതിനെ വീട്ടിൽ വിളിച്ചുകൊണ്ട് വന്ന് ഭാര്യയുടെയും മക്കളുടെയും കൂടെ താമസിപ്പിക്കാൻ ഉളുപ്പില്ലാത്ത ആൾ. ഇതൊക്കെ കേട്ടപ്പോൾ ബാലൻ ഇങ്ങനെ വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പം ഞാൻ വേണം എന്ന് വെച്ച് കരുതി തന്നെ പറഞ്ഞതാണ് അച്ഛാ, ഞാൻ അച്ഛൻ്റെ മോളല്ല എന്നുള്ളത്. ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുൻപ് ആ ദുഷ്പേര് അച്ഛൻ്റെ തലയിൽ നിന്ന് എടുത്തു കളയാൻ വേണ്ടിയിട്ടാണെന്നും ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നും അഭിമാനത്തോടെ അച്ഛൻ നട്ടിൽ നിവർത്തി നിൽക്കുന്നത് എനിക്ക് കാണാൻ വേണ്ടിയിട്ടാണെന്നും അലീന പറഞ്ഞു. ഒരാളും അച്ഛനെ തെറ്റുകാരനായി കാണാൻ ഇടയാകരുത്, അതെനിക്ക് നിർബന്ധമുള്ള കാര്യമാണെന്നും അലീന പറയുവാണ്. എനിക്ക് വേണ്ടി അച്ഛൻ വെച്ച ആ കള്ള മുഖംമൂടി എടുത്ത് കളയണമെന്നും അലീന ബാലേട്ടനോട് പറയുന്നു. പക്ഷേ നിന്റെ വില പോയില്ലേടി മോളെ എന്ന് ബാലൻ ചോദിക്കാം. നീ ഒരു കള്ളിയായില്ലേ എന്ന് ബാലേട്ടൻ അലീനയോട് ചോദിക്കുമ്പോൾ അലീനയ്ക്ക് അതൊരു സങ്കടമുള്ള കാര്യമേ അല്ല. എൻ്റെ കാര്യം അതൊന്നും സാരമില്ല അച്ഛാ, അച്ഛൻ എന്നെ അറിയാവല്ലോ, ഞാനൊന്നും നേടാൻ വേണ്ടിയല്ല അച്ഛൻ്റെ മകളുടെ വേഷം കെട്ടിയതെന്ന് എൻ്റെ കൂടപ്പിറപ്പുകൾക്കും അറിയാവല്ലോ അച്ഛാന്നും അലീന പറയുവാണ്. അപ്പോൾ അതെല്ലാം കേട്ടപ്പം ബാലൻ ഇങ്ങനെ ആകെ ഇതായിട്ട് വല്ലാത്തൊരവസ്ഥയിലിരിക്കുക. അതിൽ കൂടുതൽ എന്താ അച്ഛൻ എനിക്ക് വേണ്ടത്? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ അച്ഛനൊരു കള്ളക്കഥ ഉണ്ടാക്കിയതിൻ്റെ പേരിൽ ആരും അച്ഛനെ വെറുക്കാനും പോകുന്നില്ല, പ്രത്യേകിച്ചും മക്കൾ 3 പേരും അച്ഛനെ വെറുക്കത്തില്ല എന്ന് അലീന പറയുക. അവർക്കൊരു തെറ്റും ചെയ്തിട്ടില്ലാത്ത അച്ഛനെ പറ്റി അഭിമാനം മാത്രമേ തോന്നത്തുള്ളൂ എന്നും പറഞ്ഞു. നീ പറയുന്നതൊക്കെ 100% ശരിയായിരിക്കാം, പക്ഷേ നീ
നീ എൻ്റെ മകളല്ല എന്ന് നീ തന്നെ പറയുമ്പോൾ എനിക്കത് താങ്ങാൻ പറ്റുന്നില്ലടി മോളെ എന്നും പറഞ്ഞുകൊണ്ട് ബാലൻ ഇങ്ങനെ പറയുന്നു. നീയല്ലായിരുന്നോടി എൻ്റെ പിൻബലം, നീയല്ലേ എന്നെ താങ്ങി നിർത്തിക്കൊണ്ടിരുന്നതെന്നൊക്കെ ബാലൻ അലീനയോട് ഇങ്ങനെ ചോദിക്കുക. ഇപ്പം നീ എൻ്റെ ആരും അല്ല എന്നൊക്കെ പറയുമ്പോൾ ഞാൻ അറിയാതെ എന്താ ചെയ്യേണ്ടതെന്ന് പോലും എനിക്കറിയില്ല എന്നൊക്കെ ബാലേട്ടൻ ഇങ്ങനെ പറഞ്ഞപ്പം, എന്നെ അന്യമായിട്ട് കാണല്ലേ അച്ഛാ, മനസ്സുകൊണ്ട് ഞാൻ അച്ഛൻ്റെ മോള് തന്നെയല്ലേ എന്ന് അലീന ഇങ്ങനെ ചോദിക്കുക. പിന്നെ ഞാൻ ആദ്യമായിട്ട് അച്ഛ എന്ന് വിളിച്ചത് ആരെയാ? അച്ഛനെ അല്ലേ എന്ന് ചോദിച്ചു. അതൊക്കെ കേട്ടപ്പോൾ ബാലൻ്റെ കണ്ണിങ്ങനെ നിറയും കേട്ടോ. അലീന ഇങ്ങനെ ചോദിക്കുന്നതും പറയുന്നതും ഒക്കെ കേട്ട് അച്ഛനായിട്ട് കരുതിയതും സ്നേഹിച്ചതും ഒക്കെ ആരെയാ? എൻ്റെ അച്ഛനെ അല്ലേ. ആ സ്ഥാനമൊന്നും ഒരിക്കലും എൻ്റെ ഹൃദയത്തിൽ നിന്ന് പോകത്തില്ല കേട്ടോ എന്നൊക്കെ അലീന പറഞ്ഞപ്പം, സമ്മതിച്ചു, അതൊക്കെ ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ എല്ലാവരും അങ്ങനെ കരുതണമായിരുന്നു. ലോകം മുഴുവനും നീ എൻ്റെ മോളാണെന്ന് കരുതണമായിരുന്നു എന്ന് ബാലേട്ടൻ അലീനയോട് പറയുക. ഇനി എന്തിനാ ഞാൻ ആ രഹസ്യം സൂക്ഷിക്കുന്നത്? ആർക്ക് വേണ്ടിയാ? അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് ബാലേട്ടൻ പറയുമ്പം അലീന നമ്മുടെ അച്ഛൻ്റെ കൈ ഇങ്ങനെ എടുത്ത് ചേർത്ത് പിടിച്ചിട്ട്, അങ്ങനെ പറയല്ലേ അച്ഛ, എനിക്ക് വേണ്ടി, രോഹിത്തിനും ബബിതയ്ക്കും കൃഷ്ണമോൾക്കും വേണ്ടിയാണെന്ന് അലീന പറയാം. ഈ കുടുംബത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ ബാലൻ ഇങ്ങനെ അലീനെ അന്തം വിട്ടിങ്ങനെ നോക്കുക. അലീന പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ടേ അങ്ങനെ നമ്മുടെ ബാലേട്ടൻ ആകെ തകർന്ന് തരിപ്പണമായിട്ട് അവിടെ അങ്ങനെ ഇരിക്കുന്നു. അലീനയ്ക്ക് കൊടുക്കാനുള്ള വാക്കും ഇതെല്ലാം ഇങ്ങനെ ആയിട്ട് നിൽക്കുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന മനുവിനെ കാണാൻ മനുവിൻ്റെ അനിയത്തിക്കുട്ടി വരിക. ചായ കൊടുത്തപ്പോഴത്തേക്കും ഇപ്പുറത്തെ കൈ മാറ്റി കൊടുത്തു. നീ കളിക്കാതെ ചായ ഇങ്ങ് തരാൻ പറഞ്ഞു. അപ്പം എൻ്റെ ചായ ഏത് വകയിൽ ഇത് എൻ്റെ ചായ ആണെന്ന് പുള്ളിക്കാരി ഇപ്പം വെച്ച് പറയാം. അപ്പം നേരത്തെ എനിക്കുള്ള ചായ നിൻ്റെ കൊടുത്തു വിട്ടതാണല്ലോ, അപ്പം എനിക്ക് കിട്ടിയത് തന്നെ ഭാഗ്യം. രാവിലെ എല്ലാവർക്കും ഒരു ചായ പതിവാണല്ലോ. ഇന്ന് അടുക്കളയിൽ അനക്കമൊന്നുമില്ല. ഞാൻ ചെന്ന് നോക്കുമ്പോൾ അമ്മയും അവിടെ ഇല്ല എന്ന് പറഞ്ഞു. സ്റ്റൗവിൽ പാനില്ല, ഇത്രയും ചായ ഇരിപ്പുണ്ടായിരുന്നു, ഞാനത് ചൂടാക്കി എടുത്തതാ. അതെന്താ അമ്മ എഴുന്നേറ്റിട്ടില്ലെന്നാ തോന്നണതെന്ന് മകള്. പുതിയ കീഴ്വഴക്കങ്ങളൊക്കെ ആണല്ലോ, അപ്പോൾ എനിക്ക് അറിയാൻ മേല എന്നതാ സംഭവമെന്ന്. മുറി പോയി ഒന്ന് നോക്കിയാലോ? അപ്പോൾ വൈജാൻ്റെ എഴുന്നേറ്റോ? ഞാൻ ആരെയും നോക്കിയൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും നമ്മുടെ മനുവിൻ്റെ ഫോണിലേക്ക് ഒരു കോള് വരുന്നു. മനുവിൻ്റെ ഫോണിലേക്ക് കോൾ വന്നപ്പോൾ ബബിയാണല്ലോ, നിന്നെ വിളിച്ചിട്ട് നീ എടുക്കാത്തതുകൊണ്ട് എന്നെ വിളിച്ചായിരിക്കും. എന്നെ വിളിച്ചിട്ടൊന്നുമില്ല, അത് മനുവേട്ടന് തന്നെയുള്ള കോളാണെന്നും പറഞ്ഞ് നിൽക്കും. അപ്പോൾ ഇത്ര രാവിലെ ഇന്നെ വിളിക്കുന്നത്? അപ്പോൾ തന്നെ പ്രശ്നമാണല്ലോ. അപ്പോൾ ശരി, മനുവേട്ടൻ കൈകാര്യം ചെയ്തോ, എനിക്ക് ഈ ആഴ്ച ഇതും കൂടെ കേൾക്കാനുള്ള ലെവലിൽ ഓക്കെ ബായ് എന്നും പറഞ്ഞങ്ങ് പോകുമ്പോൾ ചായ പോയി എന്നും പറഞ്ഞുകൊണ്ട് പെങ്ങളങ്ങ് പോയി. അപ്പോഴത്തേക്കും മനു ഫോൺ എടുത്തു. ഹലോ ബബി പറ. അന്നേരം മനുവേട്ടാ പറഞ്ഞോ, എന്നാ പറ്റിയേ, ഏതെങ്കിലും പ്രശ്നമുണ്ടോ അവിടെ എന്ന് ചോദിച്ചപ്പം, അതെന്താ മനുവേട്ടാ അങ്ങനെ ചോദിച്ചേ? അതും ഞാൻ വിളിച്ച പാടെ ചോദിച്ചത്, ഞാൻ എന്താ പ്രശ്നക്കാരിയാണോ എന്ന് ചോദിച്ചപ്പം, അതൊന്നും അല്ലെന്നേ, സാധാരണ നീ എന്നെ വിളിക്കാറുള്ളതല്ലല്ലോ, അതുകൊണ്ട് നിൻ്റെ കോള് കണ്ടപ്പോൾ എനിക്ക് തോന്നി എന്തോ സീരിയസ് മാറ്റർ ആണ് എന്ന്, അതുകൊണ്ട് ചോദിച്ചതാ. മനുവേട്ടൻ അറിയായിരുന്നോ അച്ഛനല്ല അലീന ചേച്ചിയുടെ അച്ഛനെന്ന്? അച്ഛൻ പറഞ്ഞ കഥയെല്ലാം കള്ളക്കഥയാണെന്ന് അറിയാമായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ മനു കാര്യത്തിന് തീരുമാനമായി മനസ്സിലാക്കി. അപ്പം നിന്നോട് താരാ പറഞ്ഞത് ആര് വേണമെങ്കിലും ആയിക്കോട്ടെ, മനുവേട്ടൻ അറിയാമായിരുന്നോ ഇല്ലയോ എന്നാണ് എൻ്റെ ചോദ്യം. ആ ചോദ്യത്തിൻ്റെ ഉത്തരം നിനക്ക് അറിയാമായിരിക്കുമല്ലോ ബബി. ഞാനും അങ്കിളും എങ്ങനെയാണെന്ന് നിനക്കറിയില്ലേ എന്ന് ചോദിച്ചു. അലീനയുടെ കാര്യത്തിൽ എന്നോട് പറയാത്ത കാര്യങ്ങൾ എനിക്കും അങ്കിളിനും ഇടയിലില്ല എന്ന് മനുവേട്ടൻ ബബിതയോട് പറഞ്ഞു. പിന്നെ ഹലോ, നീ എന്നൊന്നും മിണ്ടാത്തേ? ഹലോ. ആ സമയത്ത് അല്ല, നിന്നോടിപ്പോൾ ഇതാരാ പറഞ്ഞേ? അലീന ചേച്ചി രോഹിയേട്ടനോട് പറഞ്ഞതാ. രോഹിയേട്ടൻ അത് ഞങ്ങളോട് പറഞ്ഞു. ഞാൻ മാത്രമേ ഇപ്പം അറിയാൻ ബാക്കിയുണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ അച്ഛനോടും അലീന ചേച്ചിയോടും ഇതിനെപ്പറ്റി ചോദിച്ചു. അവരെന്നോട് പറഞ്ഞു ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും എന്നെ പറഞ്ഞു പറ്റിച്ചതിൻ്റെ. അപ്പോൾ നിന്നെ പറഞ്ഞു പറ്റിച്ചതൊന്നും അല്ലെന്നേ, അന്നത്തെ സാഹചര്യത്തിൽ അങ്ങനെ പറയേണ്ടതായിട്ട് വന്നതല്ലേ എന്ന് ചോദിച്ചപ്പം കൂട്ടുപ്രതിക്ക് ആ സൈഡ് നിന്നിട്ടല്ലേ പറ്റുള്ളൂ അല്ലേ എന്നിങ്ങനെ ബബിത ചോദിക്കുമ്പം, നിന്നോട് ഞങ്ങൾ പറഞ്ഞില്ല എന്നുള്ളതാണോ നിൻ്റെ പ്രശ്നം, അതോ പറ്റിച്ചു എന്നുള്ളതാണോ? അപ്പോൾ ഇതെല്ലാം പ്രശ്നം തന്നെയാണ് എനിക്ക്, അതല്ലാതെ വേറൊരു പ്രശ്നവും കൂടി ഉണ്ട് എന്നും ബബിത പറയുമ്പം, ഇനിയുണ്ടോ പ്രശ്നം? അതെന്തുവാന്ന് ചോദിച്ചു. അത് പിന്നെ അലീന ചേച്ചി ഇവിടുന്ന് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണെന്ന കാര്യം ബബിത പറയാം. അച്ഛൻ്റെ മോളായതുകൊണ്ട് അച്ഛൻ പറഞ്ഞ നീ കേൾക്കുമല്ലോ എന്നോർത്തിരിക്കുമ്പോഴേ ഈ ബോംബ് രോഹിയേട്ടൻ വന്ന് പൊട്ടിക്കുന്നത്.
അവൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്നതാണെന്നുള്ളത് നിനക്ക് അറിയത്തില്ലേ ബബി? അപ്പോൾ എനിക്ക് അറിയാം മനുവേട്ടാ. എനിക്ക് പക്ഷേ അലീന ചേച്ചി പോവണ്ട. മനുവേട്ടനൊന്ന് സംസാരിക്കുമോ അലീന ചേച്ചിയുടെ അടുത്ത് എന്ന് ബബിത ചോദിക്കാം. മനുവേട്ടൻ പറ അലീന ചേച്ചിയുടെ അടുത്ത് പോവണ്ടെന്ന്. അലീന ചേച്ചി അത് സമ്മതിക്കും. ആ ബെസ്റ്റ്. ഞാൻ പറഞ്ഞിട്ടില്ലെന്നാണോ നീ വിചാരിച്ചു വെച്ചിരിക്കണേ? ഞാൻ അതും അതിൻ്റെ അപ്പുറത്തെ കാര്യങ്ങൾ വരെ പറഞ്ഞിട്ടിരിക്കുക. അപ്പം പിന്നെ മനുവേട്ടൻ സമ്മതിച്ചോ പോക്കോളാനായിട്ട്? ചേച്ചിയുടെ തീരുമാനം ഓക്കെ ആണോ? അപ്പോൾ തീരുമാനം ഓക്കെ ആണോ എന്ന് ചോദിച്ചാൽ അല്ല, അവളുടെ തീരുമാനം അത് ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം അലീന എടുത്ത തീരുമാനങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ആർക്കും ഒരു പ്രശ്നവും ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. നിങ്ങൾക്ക് മാത്രമല്ല, ആർക്കും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അപ്പം പിന്നെ നമ്മൾ മുന്നിലുള്ള വഴി ആ തീരുമാനത്തെ ബഹുമാനിക്കുക എന്നുള്ളത് മാത്രമല്ലേ എന്ന് ചോദിച്ചു. അതുകൊണ്ട് ആൻറ്റിയുടെ പ്രശ്നങ്ങൾ തീരുകയാണെങ്കിൽ തീരട്ടെ, അത് നല്ലതല്ലേടാ. അപ്പോൾ അലീന ചേച്ചി ഇവിടുന്ന് പോകുമല്ലേ മനുവേട്ടാ? അവൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പോകുമായിരിക്കും. പിന്നെ പുറത്ത് ബാലചന്ദ്രനങ്ങളും വൈജാൻ്റെയും തമ്മിലുള്ള പ്രശ്നങ്ങൾ അറിയാവുന്ന എല്ലാവരും അങ്ങനെ തന്നെയല്ലേ പറയുന്നേ. അലീന ഇനി ഇവിടെ നിൽക്കരുത്, പോണം എന്ന് പോയി നോക്കട്ടെന്നേ, പ്രശ്നം തീരുമോ ഇല്ലയോ എന്നൊക്കെ അറിയാമല്ലോ എന്നൊക്കെ മനു ഇങ്ങനെ പറഞ്ഞപ്പം അതല്ലാതെ വേറൊരു വഴിയും ഇല്ല അല്ലേ? അപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു മനു. ഞാൻ ഇവരോടെല്ലാം പറയാം, ആരോടും സത്യം പറയണ്ട, അലീന ചേച്ചിയുടെ മോളല്ലാന്ന്. അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ, അങ്ങനെ തന്നെ നിന്നാലോ? അന്നേരം ബബി മോളെ, ന്യായം പറഞ്ഞ് അവകാശം പറഞ്ഞ് നിൽക്കണമെന്നുണ്ടെങ്കിൽ അവൾ നിൽക്കും. പക്ഷെ അത് അവൾ ചെയ്യത്തില്ല. ആ കുടുംബം തിരിച്ചു പഴയതുപോലെ ആകണമെന്ന് മാത്രമേ അലീന നോക്കത്തുള്ളൂ. അപ്പോൾ എന്ന് ഞങ്ങളും പഴയതുപോലെ ആകാം. അമ്മ വരട്ടെ അല്ലേ? അമ്മയ്ക്ക് അമ്മയുടെ പഴയ കുടുംബം വേണമെങ്കിൽ എന്നൊക്കെ ബബിത പറഞ്ഞപ്പോൾ, നീ ചുമ്മാ കുഞ്ഞു പിള്ളേരെ പോലെ വാശി കാണിക്കല്ലേ ബബി. അലീന പോയാൽ ആ ഫാമിലി നോക്കാനുള്ള ബോധവും വിവേകവും നിങ്ങൾക്കുണ്ടെന്നുള്ളൊരു വിശ്വാസത്തിൽ അവൾ പോകുന്നത്. അത് ബ്രേക്ക് ചെയ്യരുതെന്ന കാര്യം പറയാം. ശരിയെന്ന് പറഞ്ഞു ബബിത. ഞാനെന്നാ വെക്കുവാ മനു കേട്ടാ എന്ന് പറഞ്ഞു ഫോൺ അങ്ങ് വെക്കാൻ നോക്കുമ്പോൾ, നീ വിഷമിക്കല്ലേ, എല്ലാം ശരിയാകുമോ, നമുക്ക് നോക്കാമെന്നേ എന്ന് പറഞ്ഞു മനു ആശ്വസിപ്പിച്ചു ബബിതയെ. അത് കഴിഞ്ഞപ്പോൾ ഫോണും കട്ട് ചെയ്തു. തൊട്ടടുത്ത നിമിഷം പെങ്ങൾ ചായ ആയിട്ട് വന്നു. ഹലോ, ഭയങ്കര ആലോചനയിലാണല്ലോ എന്നും പറഞ്ഞു. അപ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വലിയ എന്തോ പ്രശ്നമായിട്ടാണല്ലോ ബബിമോള് വിളിച്ചത്. അപ്പോൾ അവൾ അലീന പോകുന്നതിൻ്റെ വിഷമം പറയാൻ വിളിച്ചതാണെന്ന് പറഞ്ഞപ്പം, എന്നിട്ട് ഓക്കെ ആയോ എന്ന് ചോദിച്ചു. ഓക്കെ ആവുമായിരിക്കും, ആവണം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മനു ഇങ്ങനെ പറഞ്ഞു. എന്നിട്ട് ചായ മേടിച്ചു, ചായ കുടിക്കുക. അപ്പോൾ ചായ ഞാനിട്ടതാ, എങ്ങനെയുണ്ടെന്ന് നോക്കി പറഞ്ഞേ. കൊള്ളാം, നന്നായിട്ടുണ്ടെന്ന് മനു പറഞ്ഞു. അപ്പോൾ ഇനി ചായ എന്ന് പറഞ്ഞ് എപ്പോഴും എന്നോട് ചോദിക്കരുത്, ചായ ഉണ്ടാവില്ല കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇനി ഞാൻ പറയത്തില്ല കേട്ടോ. കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പെങ്ങളൂട്ടി അങ്ങ് പോയി. മനു ചായയും കുടിച്ച് അവിടെ ഇരിക്കുന്നു. പറഞ്ഞു തീർന്നില്ല, തൊട്ടടുത്ത നിമിഷം നമ്മുടെ ബാലേട്ടൻ്റെ വീട്ടിലേക്ക് ഗോവർദ്ധനൻ ചേട്ടൻ വരുന്നു. ഗോവർദ്ധൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അലീന വന്ന് വാതിൽ തുറന്നു. ഇതാരാ ഇത്? ഗോവർദ്ധനങ്ങളോ, കയറി വാ എന്നും പറഞ്ഞ് അലീന ഇങ്ങനെ അകത്തേക്ക് വിളിക്കാം കേട്ടോ. അദ്ദേഹം അകത്തേക്ക് കയറി വരുമ്പം, ചേച്ചി വന്നോ ഇങ്ങോട്ടെന്ന് ചോദിച്ചപ്പം, ഇല്ല ഞാനിവിടുന്ന് പോകണം. എന്നാ വരുമെന്ന് അലീന. ഒരു കണക്കിനെ വരാതിരിക്കുന്നതാ നല്ലത്, ആ മനുഷ്യന് ഒരിത്തിരി സ്വസ്ഥത കിട്ടിക്കോട്ടെ എന്ന് ഗോവർദ്ധൻ ചേട്ടൻ. സത്യം പറയുകയാണെങ്കിൽ മനസ്സുഖം എന്താണെന്ന് ബാലേട്ടൻ അറിഞ്ഞിട്ട് പോലും ഇല്ല എന്നൊക്കെയാ ചേട്ടൻ പറയാം. ഞാനിവിടെ വരുന്നതിന് മുൻപ് വഴക്കൊന്നും ഇല്ലായിരുന്നല്ലോ, വഴക്കില്ലെങ്കിൽ മനസ്സുഖം കിട്ടുമോ എന്ന് ചോദിക്കുക. രണ്ടിലൊരാൾ മുഖം വീർപ്പിച്ചിരുന്നാൽ പോരെ, അപ്പോൾ എന്തിനാ വെറുതെ മുഖം വീർപ്പിക്കുന്നേ? ആർക്കറിയാം, ചേച്ചിക്ക് ഓരോ മണിക്കൂറിലും ഓരോ മൂടാ, ഏത് നേരത്താ മൂഡ് മാറുന്നതെന്ന് ഈശ്വരന് മാത്രമേ അറിയുള്ളൂ എന്നും മൂപ്പർക്കും അറിയുമെന്ന് പോലും സംശയമാണെന്നും ഗോവർദ്ധൻ ചേട്ടൻ ഇങ്ങനെ പറഞ്ഞത് കേട്ടപ്പോൾ അലീന ചിരിക്കും കേട്ടോ. ഞാൻ ചെന്ന് ബാലേട്ടൻ ഒന്ന് കണ്ടേ, ചായ ഒരെണ്ണം തിളപ്പിച്ചോട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഗോവർദ്ധൻ ചേട്ടൻ അകത്തേക്ക് കയറിപ്പോയി. അദ്ദേഹം അകത്തേക്ക് കയറിപ്പോയപ്പോൾ അലീന അടുക്കളയിലേക്കും പോയി. അപ്പോൾ ബാലൻ അവിടെ നിന്ന് എന്തൊക്കെ എഴുതും വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോഴും അങ്ങോട്ടേക്ക് ചെല്ലുന്നത് ഗോവർദ്ധൻ. ഇരിക്കുക എന്ന് പറഞ്ഞ് ഇങ്ങനെ വിളിച്ചിരുത്തി. അപ്പോൾ എന്നാ ബാലേട്ടാ വരാൻ പറഞ്ഞ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, യാത്ര ഉണ്ടെന്നൊക്കെ പറഞ്ഞ് എങ്ങോട്ടാന്ന് ചോദിച്ചപ്പം, അതിലൊന്ന് നീലഗിരി പുനലൂര്, രണ്ടാമത്തെ സ്ഥലം പുനലൂര്. അപ്പോൾ നമ്മളിവിടുന്ന് ഒരിക്കലും പോവാറില്ലല്ലോ. നീലഗിരി എന്ന് പറയുമ്പം അവിടെ തന്നെ വൈജയുടെ മൂത്ത സഹോദരനില്ലേ ഗംഗാധരൻ, അയാളുടെ വീട് അവിടെയാണെന്ന് പറഞ്ഞു. അത് കേട്ടപ്പം മനസ്സിലായി, അദ്ദേഹം റിട്ടയർമെൻറ്റ് കഴിഞ്ഞ് അവിടെയാണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത് അല്ലേ എന്ന് ചോദിച്ചപ്പം അതെ അവിടെയാണ്. ഒരുപാട് ദൂരമല്ലേ മനുവേട്ടാ ബാലേട്ടാ, ഒരുപാട് ദൂരത്തേക്ക് പോകുന്ന എന്തിനാ? അവിടെ എന്തെങ്കിലും വിശേഷം മറ്റോ ഉണ്ടോ? അങ്ങനെയൊന്നുമില്ലടോ, ഗംഗേട്ടനോട് എനിക്ക് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട് എന്നിങ്ങനെ പറയുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത്ര ദൂരമൊക്കെ പോകണോ? ഫോൺ വിളിച്ച് ചോദിച്ചാൽ പോരെ എന്ന് ഗോവർദ്ധൻ ചോദിച്ചപ്പോൾ അത് മതിയായിരുന്നു. പക്ഷേ എനിക്ക് മുഖത്ത് നോക്കി സംസാരിക്കണം എന്ന് അദ്ദേഹം പറയാം.
ചില കാര്യങ്ങൾ ചിലരോട് നമ്മൾ മുഖത്ത് നോക്കി ചോദിച്ചില്ലെങ്കിലേ അവർ നമ്മളോട് കള്ളം പറയും. അത് ശരിയായിട്ടുള്ള കാര്യമാണ്, കള്ളം പറയുമെന്നുള്ളത്. പിന്നെ അലീന ഇവിടെ നിന്ന് പോവുക, അവളെ ഇതിൽ മോശമല്ലാത്തൊരു സ്ഥലത്ത് എനിക്ക് എത്തിക്കണം. അതെവിടെയാണെന്ന് ചോദിച്ചു. അറിയില്ല, എനിക്ക് അറിഞ്ഞുകൂടാ, തേടി കണ്ടുപിടിക്കണം, അതേ ഒരു വഴിയുള്ളൂ. അലീന ഇവിടെ നിന്ന് പറഞ്ഞയക്കുന്നതിനാ? അവൾ ഇവിടെ തന്നെയല്ലേ നിൽക്കേണ്ടത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ആരും അവളെ പറഞ്ഞയക്കുന്നൊന്നല്ലടോ, അവൾ തനിയെടുത്തൊരു തീരുമാനമാണ്, അവൾക്ക് തനിയെ പോകണം എന്ന്. അതെന്താ അവൾ അങ്ങനെയൊക്കെ തീരുമാനിക്കാൻ? അതിനൊരു കാരണം വേണ്ടേ? അപ്പോൾ വൈജയ് ഈ വീട്ടിലേക്ക് തിരിച്ചു വരണമെങ്കിൽ അലീന ഇവിടെ നിന്ന് പോകണം. അതാണ് അവൾ പറയുന്ന കാരണം. വൈജയ്ക്ക് അവളെ കണ്ടുകൂടല്ലോ, അതുകൊണ്ടാണോ വൈജയേച്ചി ഇപ്പോൾ പിണങ്ങിപ്പോയിരിക്കണേ? അല്ല, കൊല്ലപ്പള്ളിക്ക് പോയ വിവരം ഞാൻ അറിഞ്ഞായിരുന്നു എന്നിങ്ങനെ ഗോവർദ്ധൻ പറഞ്ഞപ്പോൾ ബാലേട്ടൻ വിവരങ്ങളെല്ലാം പറയുവാണ്. അവൾ പോയെന്ന് കരുതി ഞാൻ വൈജയേച്ചി തിരിച്ചു വരണമെന്ന് നിർബന്ധമൊന്നും ഇല്ലല്ലോ ബാലേട്ട. ആരോട് പറയാനാ ഗോവർദ്ധ, ആര് കേൾക്കാൻ? ബാലേട്ടൻ ഉറച്ചൊരു ഡിസിഷൻ എടുത്താൽ മതി. ബാലേട്ടൻ്റെ മോളല്ലേ അലീന? ദേ ഇത്രയും കാലം അനാഥയായിട്ട് ജീവിച്ചു, ദേ ഇപ്പം കല്യാണപ്രായമായിട്ടൊക്കെ നിൽക്കുകയല്ലേ. ബാലേട്ടനല്ല ഇതൊക്കെ നോക്കേണ്ടതെന്നൊക്കെ ചോദിക്കുമ്പം ഗോവർദ്ധൻ, അതെ അലീന എൻ്റെ മകളാണെന്ന് പറഞ്ഞത് ഞാൻ അവൾക്ക് കൊടുത്തൊരു സേഫ്റ്റിയാണെന്ന് പറഞ്ഞു ഗോവർദ്ധനോട് വിവരങ്ങളെല്ലാം ബാലേട്ടൻ പറയാം. അവൾ എൻ്റെ മകളല്ല എന്ന്. അപ്പോൾ ശരിക്കും അലീന ബാലേട്ടൻ്റെ ഗൾഫിൽ വെച്ച് അപ്പോൾ ആംഗ്ലോ ഇന്ത്യൻ അങ്ങനെ ഒരു കഥ കൊണ്ടാണ് ഞാൻ ആ ബുള്ളറ്റ് പ്രൂഫ് ഉണ്ടാക്കി അലീനയ്ക്ക് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ക്യാരക്ടറിന് കുറച്ച് ക്ഷീണം തട്ടിയെങ്കിലും അവൾക്കിവിടെ പിടിച്ച് നിൽക്കാൻ പറ്റിയെന്ന് ബാലേട്ടൻ ഗോവർദ്ധനോട് പറയും. ഇതൊക്കെ കേട്ട് ഗോവർദ്ധൻ അന്തം വിട്ട് നിൽക്കാം. അങ്ങനെ അലീനയെ ഇവിടെ പിടിച്ച് നിർത്തിയിട്ടില്ലായിരുന്നെങ്കിൽ താനിപ്പോൾ ഇവിടെ കാണുന്ന ഈ കുടുംബം ഈ രൂപത്തിലൂടെ അവശേഷിക്കില്ലായിരുന്നു എന്ന് ബാലേട്ടൻ പറയുക. ഗോവർദ്ധനൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ അലീന ബാലേട്ടൻ്റെ മകളല്ലേ എന്ന് ഗോവർദ്ധൻ ചോദിച്ചപ്പോൾ ബാലേട്ടൻ ഒന്ന് ചിരിച്ചിട്ട്, തനിക്ക് എന്നെ എന്താടോ വിശ്വാസം വരാത്തേ? ഞാനും അലീനയും തമ്മിൽ എന്തൊക്കെയോ മോശമായിട്ടുള്ള ബന്ധമുണ്ടെന്നായിരുന്നു എന്നാണല്ലോ സകല ആൾക്കാരുടെയും ആരോപണം. അപ്പോൾ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞൊരു കഥയാണത്. അലീന എൻ്റെ മകളാണ് എന്നൊരു കഥയുണ്ടാക്കി അടിച്ചുരുട്ടി അവരുടെ വായിലേക്ക് തള്ളിക്കൊടുത്തപ്പോൾ എല്ലാവരുടെയും വായടഞ്ഞത് താൻ കണ്ടതല്ലേ? മനസ്സിലായോ? കാര്യങ്ങളൊന്നും എനിക്ക് മനസ്സിലായോ എന്ന് ചോദിച്ചു. ഗോവർദ്ധൻ അന്തം വിട്ടിങ്ങനെ ബാലേട്ടനെ നോക്കുവാണ്. അവൾ ഇവിടുന്ന് പോയ വൈജ തിരിച്ചു വരുമെന്നും ഈ കുടുംബം പുനഃസ്ഥാപിക്കപ്പെടുമെന്നും അലീനയ്ക്കൊരു തോന്നലൊക്കെ ഉണ്ടാകും. അതുകൊണ്ടാണ് അവൾ പോകാൻ തീരുമാനം എടുത്തിരിക്കുന്നത്. അവളെ തടയാൻ ഞാൻ ആരാ എന്നും പറഞ്ഞുകൊണ്ട് ബാലേട്ടൻ ഇങ്ങനെ നിൽക്കുന്നു. അപ്പം ഇവിടുന്ന് പോയാൽ പിന്നെ എങ്ങോട്ട് പോകും അവൾ എന്ന് ഗോവർദ്ധൻ അന്നേരം ചോദിച്ചു. അതിനാണ് നമ്മൾ പോകുന്നത്, പറ്റിയൊരു സ്ഥലവും കൂടി അന്വേഷിച്ച് വെക്കണമെന്നും ബാലേട്ടൻ പറയാം. അപ്പോൾ നിൻ്റെ വഴിക്ക് പൊക്കോ എന്നും പറഞ്ഞൊരു ഉത്തരവാദിത്വം ഇല്ലാതെ നമുക്കവളെ ഇറക്കി വിടാൻ പറ്റുമോ? പറ്റിയല്ല. അവൾക്കൊട്ടും വിഷമങ്ങളൊന്നും ഉണ്ടാകാത്തൊരു സ്ഥലത്ത് അവളെ എത്തിക്കണമെന്ന് പറഞ്ഞപ്പം അലീന പോയി കഴിഞ്ഞാൽ ബാലേട്ടന് പിന്നെയും ടെൻഷൻ ആവത്തല്ലേ ഉള്ളൂ എന്ന് ഗോവർദ്ധൻ ബാലേട്ടനോട് ചോദിച്ചു. ബാലേട്ടൻ ഇങ്ങനെ വിഷമിച്ച് സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽക്കുന്നു. ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥയും അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ. ടാറ്റാ.